ജോഷിയുടെ തന്നെ ഭൂപതി എന്നൊരു സിനിമയുടെ ഷൂട്ട് കൊല്ലത്ത് നടക്കണം. അപ്പൊ ഇവരുടെ മാക്ടയുടെ ഒരു കമ്മിറ്റി മീറ്റിംഗിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി ജോൺ പോളും കല്ലു ഡെന്നീസും കൂടി സംവിധായകൻ ജോഷിനെ കാണാൻ ഭൂപതിയുടെ ലൊക്കേഷനിൽ പോവാണ്. എന്നിട്ട് പറഞ്ഞു നമുക്ക് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടണം എന്ന് പറഞ്ഞപ്പോൾ ജോഷി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇന്ന ദിവസം നിങ്ങൾ വരൂ. അപ്പൊ എന്റെ ഹോട്ടൽ റൂമിൽ, അന്ന് കൊല്ലത്ത് ഹോട്ടൽ റൂമിലാണ് ജോഷി താമസിക്കുന്നത് ഈ സിനിമയുടെ ഷൂട്ടിന്റെ ഭാഗമായിട്ട്. അപ്പൊ എന്റെ ഹോട്ടൽ റൂമിൽ വെച്ച് നമുക്ക് ഇരിക്കാം എന്നുള്ള സുരേഷ് ഗോപി പറഞ്ഞു. എന്തിനാ ഹോട്ടൽ റൂം, എന്റെ വീട് ഇവിടെ അടുത്തല്ലേ, എന്റെ വീട്ടിലിരിക്കാം എന്നും പറഞ്ഞ് സുരേഷ് ഗോപിയുടെ വീട്ടിലാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയത്. സുരേഷ് ഗോപി അന്ന് ഇവരെല്ലാവരും സ്വീകരിച്ചു. സുരേഷ് ഗോപിയുടെ ഫാമിലി ഇവർക്ക് സദ്യ കൊടുക്കുന്നു, പായസം കൊടുക്കുന്നു. ഇത് കല്ലു ഡെന്നിസ് തന്നെയാണ് എനിക്കൊണ്ട് പലവരും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. കല്ലു ഡെന്നിസ് ആണ് പ്രധാനമായിട്ടും ഈ അടുത്ത് എഴുതിയത് ഞാൻ വായിച്ചത്. അത് എനിക്ക് കുറച്ച് കൗതുകം തന്നെ. കല്ലു ഡെന്നിസ് പറയുന്നത് സുരേഷ് ഗോപിക്ക് അവിടെയുള്ള ഭാഷയുടെ പുറത്ത് സുരേഷ് ഗോപിനെ ഒന്ന് ഒരു മറുപടി കൊടുക്കണം എന്ന രീതിയിൽ തുടങ്ങിയ ഒരു സംഘടനയാണ്. എന്നിട്ട് ആ ദേഷ്യം ഒന്നും മനസ്സിൽ വെക്കാതെ സുരേഷ് ഗോപി ഇന്ന് അതേ സംഘടനയ്ക്ക് വേണ്ടി ഒരു സ്വീകരണം, അല്ലെങ്കിൽ ഞങ്ങളെ സ്വീകരിച്ച് വീട്ടിൽ കൊണ്ട് ഞങ്ങൾക്ക് നല്ല സദ്യ തരുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു മനസ്സാണ്. അത് പിന്നെ അങ്ങനെയാണ്, സിനിമയിൽ ശാശ്വതമായിട്ടുള്ള ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നും ഇല്ല എന്ന് പറയുന്നത് വളരെ സത്യമാണ് എന്നുള്ളത് ഇത് വായിച്ചപ്പോൾ എനിക്കും തോന്നി.